സ്വന്തം ജിമ്മ് ഞാൻ ലീസിന് കൊടുത്തതാണ്. 40% അവർക്കും 60% എനിക്കും രേഖയായിട്ട് എഴുതി കൊടുത്തുള്ള സാധനമാണ്. അപ്പൊ അതിനകത്ത് ഞാൻ കയറുന്നത് ഞാൻ മുതലാളിയാണ്, എന്റെ ഓണറാണ്. ഞാൻ കയറുന്നത് കളറാണെങ്കിൽ ഇങ്ങനെ വന്ന് കയറേണ്ട ആവശ്യം എങ്ങനെ വന്നു? ഇങ്ങനെ രഹസ്യമായിട്ട് ഒളിച്ചും പാത്തൊക്കെ എവിടെ രഹസ്യമായിട്ട് വന്ന് കയറുന്നത്? അവർ ചട്ട പകുതി താത്തിട്ടാണ് ഞാൻ എന്റെ മാനുമായിട്ട് തുറന്നു കയറി. സമയത്ത് ഞാൻ ഉറപ്പിച്ചു നല്ല ഭൂലോക തരികിടയാണ് ജിൻഡോ എന്ന്. ഇത്രയും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻസിനെയാണ് ബിഗ് ബോസ് 6 വിന്നറാക്കി പറഞ്ഞത്. ഞാൻ തന്നെ അവന്റെ കല്യാണത്തിന് പോയിണ്ടായിരുന്നു. ദിവസം മനസ്സിലാക്കിയത് കാരണം അവൻ കയറി അറിയണ ഹോട്ടലടക്കം സാധനങ്ങളടക്കം എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ബിഗ് ബോസിന് മുമ്പും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹൈബ്രിഡ് കഞ്ചാവ് കേസ്, വെറും കഞ്ചാവ് കേസല്ല, ഹൈബ്രിഡ് കഞ്ചാവ് കേസ്, പെണ്ണ് കേസ്, പീഡന കേസ്, മോഷണ കേസ്, അതും കൂടെ ആയപ്പോഴത്തേക്ക് ഏകദേശം എല്ലാം ഓക്കെ ആയി, സെറ്റായി. വേറെ ആരുമല്ല, ജിൻഡോ ബോഡി ക്രാഫ്റ്റ് ബിഗ് ബോസ് സീസൺ 6 വിന്നർ. ജാസ്മിൻ ഔട്ടാവാൻ വേണ്ടിയിട്ട് ജിൻഡോയ്ക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ആൾക്കാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ടായിരിക്കും, ഇത്രയും വലിയ ഗതികെട്ടവനെയാണല്ലോ ഞങ്ങൾ വോട്ട് കൊടുത്ത് ബിഗ് ബോസ് 6 വിന്നറാക്കിയെന്ന്. ശരിയാണ്, ഈ അടുത്ത സമയത്തൊക്കെ എന്തോന്നാണ് കേട്ടോണ്ടിരിക്കുന്നത്, പീഡന കേസ്, കഞ്ചാവ് കേസ്, എന്ന് വേണ്ട ഈ പുള്ളിക്കില്ലാത്ത കേസുകളില്ല. ഇപ്പോഴത്തെ മോഷണ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളി ലീസിന് കൊടുത്തേക്കുന്ന പുള്ളിയുടെ ജിമ്മുണ്ട്, ബോഡി ക്രാഫ്റ്റ് ജിമ്മ്. അതിനകത്ത് അതിക്രമിച്ച് കയറി, രാത്രിയിൽ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി, കൂടെ ഒരു 10,000 രൂപയുടെ പുള്ളി അങ്ങോട്ട് പിഞ്ചി എടുത്തുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ സംഭവം നോക്കാം, നേരെ വാർത്തയിലേക്ക് പോവാം. ഓക്കെ. ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണക്കേസ്. പരാതിക്കാരി ജിൻഡോയിൽ നിന്നും ലീസിനെടുത്ത് നടത്തുന്ന ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്നാണ് പരാതി. വിലപിടിപ്പുള്ള രേഖകളും പണവും മോഷ്ടിച്ച ജിൻഡോ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമം നടത്തിയെന്നും പോലീസിൽ നൽകിയ പരാതിയിലുണ്ട്. ജിൻഡോയുടെ പേരിലുള്ള കൊച്ചി വെണ്ണലയിലെ ബോഡി ക്രാഫ്റ്റ് ജിം പരാതിക്കാരി ലീസിനെടുത്ത് നടത്തുകയാണ്. ഇന്നലെ പുലർച്ചെ 1:30 ജിൻഡോ ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്നാണ് പരാതി. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ചാണ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയത്. തുടർന്ന് ജിമ്മിലുണ്ടായിരുന്ന വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. ഒപ്പം CCTV നശിപ്പിക്കാനുള്ള ശ്രമവും നടത്തി. യുവതിയുടെ പരാതിയിൽ ജിമ്മിൽ അതിക്രമിച്ചു കയറിയതിന്റെയും മോഷണം നടത്തിയതിന്റെയും വകുപ്പുകൾ ചുമത്തിയാണ് പാലാരിവട്ടം പോലീസ്. അപ്പൊ ഇതാണ് സംഭവം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത് പുള്ളിയുടെ ജിമ്മാണ്, ശരി തന്നെ, ബോഡി ക്രാഫ്റ്റ് പുള്ളിയുടെ ജിമ്മാണ്. പക്ഷെ അതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ലീസിന് കൊടുക്കുന്ന സമയത്ത് കുറെ എഗ്രിമെന്റ് ഒക്കെ വെക്കും. ലീസിന് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ നമ്മളൊരു കട ലീസിന് കൊടുത്തു, ഇത്ര വർഷത്തേക്ക്, 1 വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതിൻ്റെ അത് നോക്കി നടത്താനുള്ള അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ലീസിന് മേടിച്ച വ്യക്തിക്കായിരിക്കും. ഇപ്പോൾ നമ്മളൊരു മുതലാളി, ഒരു സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഡെയിലി അവിടെ ചെന്ന് കിടന്നിട്ട് ഇതുപോലെ അക്രമങ്ങളും അവിടെ കയറിയിരുന്ന് നിരങ്ങാനും അങ്ങനെയൊന്നും പറ്റത്തില്ല. ലീസിന് കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറി നമുക്ക് കൈയടക്കാൻ ശ്രമിക്കത്തില്ല. അവർ ലീസിന് മേടിച്ചു, അവർ ബിസിനസ് മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് മേടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അങ്ങനെ അത് താല്പര്യമില്ലായിരുന്നെങ്കിൽ അത് ലീസിന് കൊടുക്കില്ലായിരുന്നു. അതാണ് വേണ്ടത്. സ്വന്തമായിട്ട് നടത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് നടത്തണമായിരുന്നു. അതാണ് വേണ്ടത്. ലീസിന് ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് അതിക്രമണം കാണിക്കുക, അവിടെ നിന്നൊരു മൊട്ടുസൂചി പോലും എടുത്തുകൊണ്ട് പോകുന്നത് ശരിയല്ല. അതാണ് അതിൻ്റെ മര്യാദ. അതവിടെ നിൽക്കട്ടെ. ഓക്കെ. പിന്നെ ഇപ്പം ഇത്രയും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു കോണ്ടസ്റ്റൻസിനെയാണ് ബിഗ് ബോസ് 6 വിജയിപ്പിച്ച് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് ട്രോഫി എല്ലാം കൊടുത്ത് കയറ്റി വിട്ടെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഇത് കാണുന്ന ആൾക്കാർക്കെല്ലാം, ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ ഒരേ സ്ഥലത്തിലെ ആൾക്കാർ പറയുന്നതാണ്, ഇത്രയും ഗതികെട്ട ഒരാളെയാണല്ലോ ഞങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും അതാണ് പറയുന്നത്. ഇപ്പം ഏഷ്യനെറ്റ് ന്യൂസുകാരുടെ ഈ ഒരു ന്യൂസ്, ജിൻഡോയുമായിട്ട് ബന്ധപ്പെട്ട ഈ മോഷണ കേസ് ന്യൂസിൻ്റെ അടിയിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മൊത്തവും ബിബിക്കെതിരായിട്ടുള്ള, ബിഗ് ബോസിനെതിരായിട്ടുള്ള കമൻറ്റുകളാണ്. പക്ഷേ ഇയാൾ ഈ ഇതൊക്കെ ചെയ്തതിന് ബിഗ് ബോസ് ഷോ നടത്തുന്ന ആൾക്കാർ എന്ത് ചെയ്യാനാണ്? അവിടെ പോകുന്ന ആൾക്കാർക്ക് പല ആൾക്കാരും പല ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും, പല രീതിയിലുള്ള പല മൈൻഡായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവിടെ പോകുന്നവരാരും അത്ര നല്ല ആൾക്കാരെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു ഗെയിമാണ്. ആ രീതിയിൽ അങ്ങ് കാണുക. ഈ ഷോയെ കുറ്റം പറയേണ്ട കാര്യമില്ല. അത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അത് കാരണം ഇപ്പം ബിബിന്ന് ഇറങ്ങിയ ആൾക്കാർ എത്രയോ, നമ്മൾ ആ അകത്ത് മോശമായിട്ട് പറഞ്ഞിട്ടുള്ള എത്രയോ ആൾക്കാർ ബിബിന്ന് ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. ബിബിയിൽ നമ്മൾ നല്ലതാന്ന്, ബിഗ് ബോസ് ഷോയിൽ അകത്ത് നല്ലതാന്ന് പറയുന്ന എത്രയോ ആൾക്കാർ വെളിയിറങ്ങിയിട്ട് ഫ്രോഡ് പരിപാടികളാണ്ട് ഇപ്പം കാണിക്കുന്നുള്ള, ജിൻഡ കാണിക്കുന്നുള്ള ഫ്രോഡ് പരിപാടികൾ കാണിക്കുന്നുണ്ട്. ഇത് സിജോയും സായിയൊക്കെ മുമ്പേ പറഞ്ഞ കേസുകളാണ്. അന്ന് അവരെയൊന്നും ആരും അംഗീകരിച്ചില്ല. ഞാനും അവരുടെ വീഡിയോസൊക്കെ കണ്ടതാണ്.
സിജോയൊക്കെയാണ് വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങളാണ് ഈ ജിൻഡോയുടെ ഈ ക്യാരക്ടറും ഈ സ്വഭാവവും ഒക്കെ. പുള്ളിയാണെങ്കിലും നന്മമരം കളിച്ചങ്ങ് പോവാണ്. ഇപ്പം സിജോയുടെ കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ജിൻഡോ സിജോയെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. ഞാൻ പറയാത്തത് എന്താണെന്നറിയോ, ഞാൻ തന്നെ അവന്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഉണ്ടെന്ന് കൊടുത്താൽ അത് മനസ്സിലാക്കിയത്. കാരണം അവൻ കയറി അറിയണ ഹോട്ടലടക്കം സാധനങ്ങളടക്കം എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസ് കഴിഞ്ഞിട്ടും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ പറയാത്തതും അവരെ ആലപ്പുഴക്കാരെ തന്നെ അവനെ പിടിച്ച് കെട്ടിയിടാൻ പോയതാണ്. ഞാൻ എന്നോട് പറഞ്ഞിട്ട് പിന്നെ നിന്റെ ബിഗ് ബോസിലെ താരം ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്താ പറയുന്നറിയോ, വിട്ടേരെ ഫാമിലി എടുക്കും. കണ്ടല്ലോ, സിജോയുടെ കല്യാണത്തിനൊക്കെ പോയി വന്നതിന് ശേഷം ജിൻഡോ പറഞ്ഞൊരു കാര്യമാണ്. സിജോയുടെ പല കാര്യങ്ങളും, പല വീഡിയോസും ക്ലിപ്പുകളും എൻ്റെ കയ്യിലുണ്ട്, പല ഹോട്ടലിലും കയറി ഇറങ്ങി നടക്കുന്നതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ജിൻഡോയുടെ സംഭവങ്ങളാണ്. ജിൻഡോ ആയിട്ട് ബന്ധപ്പെട്ട പീഡന കേസും പരാതികളും. ഇപ്പം ഈ ബോഡി ക്രാഫ്റ്റിൽ ഇപ്പം പരാതി കൊടുത്തല്ലോ, ഈ പരാതിക്കാരിയെ പിടിപ്പിച്ചതിനുള്ള പരാതി ജിൻഡോയ്ക്കെതിരെ കിടപ്പുണ്ട്. അപ്പം ഞാനിവിടെ ആരെയും സപ്പോർട്ട് ചെയ്യുമല്ല. ഇപ്പം സിജോയെ ആയിക്കോട്ടെ, ഇപ്പം ഈ ജിൻഡോയെ ആയിക്കോട്ടെ, ഇവരാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യല്ലോ. പക്ഷെ ഇതൊക്കെ നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, അരിയാഹാരം കഴിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇപ്പൊ ഇതൊക്കെ അന്ന് ഈ സിജോ ഇതൊക്കെ ആദ്യം പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ഇതൊന്നും ഇതൊക്കെ ചുമ്മാ എന്ന് വിചാരിച്ചു. പിന്നെ ഓരോന്ന് ഈ ജിൻഡോയെ കുറിച്ച് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ന്യൂസുകളിൽ കൂടെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഉറപ്പിച്ചു, നല്ല ഭൂലോക തരികിടയാണ് ജിൻഡോ എന്ന്. അതായത് ഇത്രയും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻസിനെയാണ് ബിഗ് ബോസ് 6 വിന്നറാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം അതിൽ തന്നെ നമ്മൾ കണ്ടതും കേട്ടതൊക്കെയാണ് ഈ സ്വഭാവ സവിശേഷതകളൊക്കെ. ഇപ്പം ജിൻഡോയുടെ സ്വഭാവ മഹിമയെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കണ്ടയാണ് അതിനകത്ത്. അപ്പോൾ എന്നിട്ട് പോലും അതിനെ സപ്പോർട്ട് ചെയ്യാനും അത് കുറേ യൂട്യൂബേഴ്സും ഉണ്ടായിരുന്നു, അതിന് നല്ലത് പറയാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ വ്യൂവേഴ്സും ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. നല്ല രീതിയിൽ വയറ് നിറച്ച് വോട്ട് കൊടുത്തവർക്കെല്ലാം കിട്ടിയെന്നും വിചാരിക്കുന്നുണ്ട്. ഇപ്പം അവരൊന്നടങ്കം പറയുന്നത് അതാണ്, വോട്ട് കൊടുത്ത ആൾക്കാർ. ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ലേ, സീസൺ 6 കണ്ടിട്ടേ ഇല്ല, വോട്ട് കൊടുത്തിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. ഈ ജിൻഡോ ജയിക്കാൻ തന്നെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ജാസ്മിൻ്റെ വോട്ട് ജിൻഡോയ്ക്ക് മാറ്റി കൊടുത്തു. അങ്ങനെയാണ് ജാസ്മിനെ എങ്ങനെയെങ്കിലും അവിടെ തോൽപ്പിച്ചേ എന്നുള്ളൊരു വാശിയോട് കൂടിയിട്ടാണ് ജിൻഡോയ്ക്ക് എല്ലാവരും വോട്ട് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ജിൻഡോയെക്കാലൊക്കെ എത്രയോ നല്ല, ജിൻഡോ അവിടെ എന്ത് ഗെയിം കളിച്ചെന്ന് പോലും എനിക്കറിയത്തില്ല. നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു, വിന്നറാവാൻ അർഹതയായിട്ടുള്ള ആൾക്കാർ. ജാസ്മിനൊക്കെ എനിക്ക് എൻ്റെ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ജാസ്മിനൊക്കെ വിന്നറാവാൻ അർഹത തന്നെയായിരുന്നു ആ സീസണിനകത്ത്. ഇത്രയും കോണ്ടന്റും കാര്യങ്ങളും. ഇനി വെളിയിൽ എന്ത് നെഗറ്റീവ് ജാസ്മിൻ കൊടുത്തിരുന്നാലും ആ ഷോ കൊണ്ടുപോയിരുന്നത് അവരൊക്കെ തന്നെ, ജാസ്മിൻ തന്നെയായിരുന്നു. അപ്പം ആ ഷോ കൊണ്ടുപോയ ഒരാളെന്ന നിലയ്ക്ക് ജാസ്മിൻ തന്നെയായിരുന്നു അവിടെ വിന്നറാവേണ്ടിയിരുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പം നെഗറ്റീവ് ഇപ്പം കണ്ടില്ല, ജാസ്മിൻ്റെ ഒരു നെഗറ്റീവ്സും നമ്മൾ കാണുന്നില്ല. അത് ശരി, ഷോയാണ്. ഗെയിമിനകത്ത് പല കാര്യങ്ങൾ നമ്മൾ വിജയിക്കാൻ വേണ്ടി പലതും അവിടെ കാണിച്ചു കൂട്ടണം, അതൊരു ഷോയാണ്. ഇപ്പം ബിഗ് ബോസും അത് കൊണ്ടുപോകുന്ന ഒരു ഷോ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്, അല്ലാതെ അവിടെ നന്മമരത്തിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നുമല്ല. എന്തായാലും ഈ വിഷയത്തെ പറ്റിയിട്ട് ജിൻഡോ നല്ല മെഴുകിക്കൊണ്ട് ഇതിനെ പറ്റിയിട്ട്, ഈ മോഷണം നടത്തിയത് എന്തിനാണെന്നൊക്കെ പറ്റിയിട്ട് പുള്ളിക്കാരൻ എന്തായാലും പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോയുടെ ആ മെഴുകലും കൂടെ ഒന്ന് കേട്ടു നോക്കാം എന്താ സംഭവം. എന്റെ സ്വന്തം ജിമ്മ് ഞാൻ ലീസിന് കൊടുത്തതാണ്. 40% അവർക്കും 60% എനിക്കും രേഖയായിട്ട് എഴുതി കൊടുത്തുള്ള കാറാണ്. അപ്പൊ അതിനകത്ത് ഞാൻ കയറുന്നതിന് ഞാൻ മുതലാളിയാണ്, എന്റെ ഓണറാണ്. ഞാൻ കയറുന്നത് കളറാണ്. അല്ല ഇങ്ങനെ വന്ന് കയറേണ്ട ആവശ്യം എങ്ങനെ വന്നു? ഇങ്ങനെ രഹസ്യമായിട്ട് ഒളിച്ചും പാത്തൊക്കെ എവിടെ രഹസ്യമായിട്ട് വന്ന് കയറുന്നത്? അവർ ഷർട്ടിൽ പകുതി താത്തിട്ടാണ്. ഞാൻ എന്റെ മാന്യമായിട്ട് തുറന്ന് കയറി കുറച്ച് എന്റെ കുറച്ച് സർട്ടിഫിക്കറ്റ് അടിക്കുന്നത് എടുത്തു, ഞാൻ പോകുന്നു. അതിന് രഹസ്യമായിട്ട് കയറിയത് എവിടെയാ? എന്താണ് തർക്കമുള്ളത്? ഈ ലീസിന് കൊടുത്തിരിക്കുന്ന വ്യക്തിയുമായിട്ട് എന്തെങ്കിലും തർക്കമുണ്ടോ? അവരല്ലേ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് അല്ലേ? ലീസിന് കൊടുത്ത ആളുകളുടെ പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല എന്റെ പേരിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. ഇത് ഫുള്ള് അവരെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ തുണ്ടിക്കുക ആൾക്കാർ ഇവിടെ ഉള്ളവര്. അല്ലെ മനസ്സിലായി. എന്ത് പറ്റി? അപ്പോൾ താങ്കൾക്കും കൂടി ഷെയർ ഉണ്ടല്ലേ? ലീസിന് മുഴുവനായിട്ടും അവർ നടത്തിപ്പുകാരി എന്ന് മാത്രമാണേ ഉള്ളൂ? അവർ നടത്തിപ്പുകാരി മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്കാണ് അതിന് നടത്തിപ്പുകാരന് അവകാശം കൊടുക്കുന്നത്. അതിനകത്ത് മറ്റേ അതിന്റെ കൂടെ വന്നേക്കുന്നത് ഭർത്താവാണ്. ആ ഭർത്താവാണ് എം ഡി കേസിന് 3 മാസം അകത്തിടുന്നതാണ്. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു, മര്യാദയ്ക്ക് ജിമ്മി കയറില്ലേ, ജിമ്മിന്ന് പുറത്തു വന്നിരുന്ന ജിമ്മിലിരുന്നാന്ന് പറഞ്ഞിരുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു തർക്കം വന്നത് ജിൻഡോ? അങ്ങനെ നിങ്ങൾ തമ്മിലൊരു തർക്കത്തിന് കാരണം എന്താ? അങ്ങനെ വരാൻ കാരണം ഇവർക്ക് ആദ്യം തന്നെ ഇവർക്ക് ജിമ്മിന് ലീസ് എടുക്കണം. മറ്റുള്ള ആൾക്കാർ സാധാരണ എനിക്ക് 10 ലക്ഷം രൂപ തന്നിട്ടുണ്ട് ലീസ് എടുക്കണം. ഇതാ കൊച്ചു സ്പോർട്സ് ആയി എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തോട്ടെ, ജീവിച്ചോട്ടെ എന്ന് ഓർത്ത് പുറത്താണ്. കൊടുത്തപ്പോ എന്ത് ചെയ്യുന്നത്, ഇതിന് കിടക്കാൻ വരെ സ്ഥലം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്, വാടകയ്ക്ക് കൊടുത്തത്, എല്ലാം ചെയ്ത് ഞാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു ഓഫീസ് സ്റ്റാഫിനെ ഇത്തരം എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഇങ്ങനെ ഓഫീസ് സ്റ്റാഫ്
ഓഫീസ് സ്റ്റാഫ് ഇപ്പൊ വേണ്ട, നമുക്ക് 2 മാസം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരി 2 മാസം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ ജിൻഡോ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ജിമ്മാണ്, ലീസിന് കൊടുത്തതാണ്, പക്ഷേ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത്. ആജ്ഞ എന്താണ് പരാതിയിൽ പറയുന്നത്? ആജ്ഞ ഹലോ ഓക്കെ, ജിൻഡോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജിൻഡോയുടെ ജിമ്മാണ്, ജിൻഡോ ലീസിന് കൊടുത്ത ജിമ്മാണ്. 60% ജിൻഡോയ്ക്കും 40% അവർക്കുമാണ്. ഇപ്പം അതിൻ്റെ പൈസകളൊന്നും ജിൻഡോയ്ക്ക് കിട്ടുന്നില്ല. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ആദ്യം ജിൻഡോയ്ക്കാണ് ആ പൈസകളൊക്കെ വന്നുകൊണ്ടിരുന്നതെന്നും പറയുന്നുണ്ട്. അപ്പം ഈ പൈസ ഇപ്പം കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അക്കൗണ്ടിലായിരിക്കുമല്ലോ എന്തായാലും വരുന്നത്. എന്തായാലും ജിൻഡോ അവിടെ മാസം പോയി മേടിക്കാൻ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ മാസം കിട്ടുന്ന വരുമാനം എന്തായാലും അക്കൗണ്ടിലാണ് വരുന്നല്ലോ. അപ്പോൾ ഈ അക്കൗണ്ടിൽ വരാതിരിക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് അത് അന്വേഷിച്ച്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരെ വിളിച്ചു ചോദിക്കും, നിങ്ങൾ എന്ത് തരാനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിൽ വരുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ തരുന്നില്ലെന്ന് ചോദിക്കാം. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഈ ജിൻഡോ കാണിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലീസിന് കൊടുത്തിട്ട് അവിടെ കയറിയിട്ട് നമ്മളിപ്പോൾ ഒരു ഷോപ്പ് റെന്റിന് കൊടുത്തിട്ട് അവിടെ കയറി ഇരുന്ന് നിരങ്ങുക, അവിടുത്തെ കാര്യങ്ങൾ നോക്കുക, അത് നടത്തിപ്പുകാരെ ബുദ്ധിമുട്ടിക്കുക, അതൊക്കെ ശരിയാണോ? അതൊക്കെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഓണർ പുള്ളി ഒരു എഗ്രിമെന്റ് അവിടെ വെച്ചിട്ടല്ലേ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുള്ളി എന്തിനത് കൊടുക്കണം? പുള്ളിക്കത് നടത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ പുള്ളി നടത്തുക, അതാണ് വേണ്ടുന്നത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം അക്കൗണ്ടിലേക്ക് പൈസ വരുന്നില്ലെങ്കിൽ അത് നിയമ നടപടികളായിട്ട് പോവാം, പരാതി കൊടുക്കാം, എനിക്ക് തരാൻ പറഞ്ഞ ഷെയർ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോവാം. അല്ലാതെ ഇപ്പം ജിൻഡോയുടെ പേരിൽ ഇങ്ങനെ ഒരു കേസ് ഇവിടെ കിടപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിമ്മ് നടത്താൻ കൊടുത്ത പുള്ളിക്കാരി ഉണ്ടല്ലോ, പുള്ളിക്കാരി കൊടുത്തൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ജിൻഡോ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുവാണ്. ഒരു പീഡന പരാതിയാണ് പുള്ളിക്കാരി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇത് നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള അത്രയും ഒരു പരാതിയും കേസും കിടക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ പോകാനോ അവിടെ കയറാനോ എടുക്കാനോ അത് നിയമപരമായിട്ട് അത് തെറ്റ് തന്നെയാണ്. ആ കേസിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ വരുന്നവരെ ആ പരിസരത്തോട്ടേ പോകാൻ പാടില്ല. അതാണ് വേണ്ടുന്നത്. പോയി കഴിഞ്ഞാൽ അത് പല രീതിയിൽ അത് കാണേണ്ടി വരും. അവരെ ആക്രമിക്കാൻ പോകുന്നത് ശരിയാണ്, അവരെ അതിക്രമിച്ച് കടന്ന് അവരെ ഉപദ്രവിക്കാൻ പോകുന്നത് ചിലപ്പോൾ അവർ പറയും, പല രീതിയിൽ വരും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പുള്ളിക്കാരെ സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു മണ്ടനും കൂടെ ആണെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ്. അവിടെ CCTV ഉണ്ട്, എല്ലാം ഉണ്ട്. പുള്ളിക്ക് ഇത് നിയമപരമായിട്ട് പുള്ളിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ട്. ശരിയാണ്, ഇപ്പം പുള്ളിയുടെ ജിമ്മാണ്. അപ്പം അവിടെ പുള്ളി എടുത്തെന്ന് പറയുന്ന ഡോക്യുമെന്റ്സ് എനിക്ക് തോന്നുന്നു അവിടുത്തെ സർട്ടിഫിക്കറ്റ് ആണ്, ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട പുള്ളിയുടെ സർട്ടിഫിക്കറ്റ്. നമ്മളിപ്പോൾ ഒരു ജിംനേഷ്യം നടത്തണമെങ്കിൽ അവിടെ നമ്മളെ സർട്ടിഫിക്കറ്റ്, നമ്മളെ ട്രെയിനറാണെന്നുള്ള നമ്മളെ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ അവിടെ വെച്ചിരിക്കണം. അപ്പം ജിൻഡോയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഡോക്യുമെന്റ്സും ബോഡി ബിൽഡിങ്ങിന്റെ പേഴ്സണൽ ട്രെയിനിങ്ങിന്റെ എല്ലാം സർട്ടിഫിക്കറ്റ് എടുത്തതായിരിക്കും, അതായിരിക്കും ഡോക്യുമെന്റ്സ്. ഓക്കെ, അതിൻ്റെ കൂടെ 10,000 രൂപ എടുത്തെന്ന് പറയുന്നുണ്ട്. അത് എന്തിനാണ് എടുത്തെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയ്ക്കും ഒരു ഗതിയില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണ്, ബിഗ് ബോസ് സീസൺ 6 വിന്നറും കൂടെയാണ്. അതൊക്കെ സത്യം പറഞ്ഞ ചീപ്പ് പരിപാടിയായിരിക്കും അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ. ചിലപ്പോൾ ഇനി അവർ ചിലപ്പം കേസ് ഒന്നുകൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടൊരു മോഷണത്തിന്റെ ഒരു ശ്രമത്തിന് വേണ്ടിയും കൂടെ കൊടുത്തതായിരിക്കാം, അതൊന്നും അറിയത്തില്ല. ഇനി ഇത് പോലീസ് അന്വേഷിക്കുമ്പോഴേ കൂടുതൽ അറിയാം. എന്തായാലും പുള്ളിക്കാരൻ ഈ കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണ്. കാരണം നമ്മൾ ലീസിന് കൊടുത്തൊരു സ്ഥാപനത്തിൽ കയറിയിട്ട് അവിടെ അതിക്രമിച്ച് ഇനി എന്ത് അവിടെ ചെന്നൊരു കസേര ഇട്ടിരുന്നിട്ട് ഞാനാണ് ഇവിടുത്തെ മുതലാളി എന്ന് പറയുന്നതിൽ പോലും ഒരു അർത്ഥമില്ല. ആ എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് പുള്ളിക്ക് അവകാശമുണ്ട്, പുള്ളിക്ക് പറയാം ഇത് എനിക്കതിനകത്ത് ഇതുണ്ട്, അറിയാം, എനിക്ക് എപ്പം വേണേലും പോവാം, എനിക്ക് എപ്പം വേണേലും വരാം. ഈ ഒരു കേസും കൂടെ കിടക്കുന്നതുകൊണ്ട് പുള്ളിക്ക് അത് പറ്റത്തില്ല. അങ്ങനെ പറയുന്നത് അത് തെറ്റാണ്, മണ്ടത്തരമാണ്. എന്തായാലും ഈ പറഞ്ഞ ആളാണല്ലോ നമ്മളെ രേണുസുതി ഉണ്ടല്ലോ, രേണുസുതിയെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് രേണുസുതി ഈ പുള്ളിയുടെ ജിൻഡോയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി, ഞാൻ അതൊന്നും കൂടെ ഇവിടെ കാണിക്കാം. കാരണം അവിടെ ഒരുപാട് പഠിച്ചിട്ടായിരിക്കും ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കഴിഞ്ഞതൊക്കെ അപേക്ഷിച്ചിട്ട് കിട്ടാണ്ട് നിൽക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഈ ഫേക്ക് ഫോളോവേഴ്സിന് ഇങ്ങനെ കുത്തി എന്തിനാണോ നന്നായി കൂടെ ഈ ജീവിതത്തിൽ എല്ലാവരും നിങ്ങളിങ്ങനെ ട്രോളി അല്ലെങ്കിൽ കളിയാക്കി. കണ്ടല്ലോ, രേണുസുതി 100 ഗ്രാമേ ഉള്ളൂ, രേണുസുതിനെ സപ്പോർട്ട് ചെയ്യണം, രേണുസുതിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് PR പണി എടുക്കാൻ നോക്കിയ വ്യക്തിയാണ്. അവിടെ വല്ല എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കുവാണെങ്കിൽ ഓക്കെ, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇതുവരെയും ഗെയിം കളിച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നവരെ ഞാൻ അവരെ ഒരു ഗെയിമും അവരൊരു കോണ്ടന്റ് ഞാൻ അവിടെ കണ്ടിട്ടില്ല. പക്ഷെ അവർ ഗെയിം കളിക്കുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, അതുള്ള കാര്യമാണ്. ഇതുപോലുള്ള ആൾക്കാരൊക്കെയാണല്ലോ ഈ ഇപ്പം ജിൻഡോയെ പോലുള്ള ആൾക്കാരൊക്കെയാണല്ലോ ബിഗ് ബോസ് ടീമിന് ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് അല്ലേ.
ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്ന, സത്യം പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന നമ്മളൊക്കെയാണ് മണ്ടന്മാർ. ഇത് കാണുന്നതും വോട്ട് ചെയ്യുന്ന നമ്മളൊക്കെയാണ് സത്യം പറഞ്ഞാൽ മണ്ടന്മാർ. ഈ ജിൻഡോ ഉണ്ടല്ലോ, ജിൻഡോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് പറയുന്നത്, വീട് നോക്കാൻ വേണ്ടിയിട്ട് ബാറിൽ ജോലി ചെയ്തും എച്ചിൽ പണിയെടുത്തും സർദിൽ വാരിയൊക്കെയാണ് ഞാൻ വീട് നോക്കാൻ നിന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി ഈ പണി ചെയ്യുമോ? ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ കയറി അവിടെ ആക്രമിച്ച് കയറി അത് ഇന്ന് അവിടെ അവരുള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല. അവരുള്ള സമയത്ത് പോയി എടുക്കുകയാണെങ്കിൽ അതിനൊരു മര്യാദയുണ്ട്. ഇത് ഒരു മനുഷ്യൻ, ഒരു ഈച്ച പോലും ഇല്ലാത്ത സമയം, രാത്രി നട്ടപ്പാതിരയ്ക്ക് 1 മണിക്ക് 2 മണിക്ക് ജിമ്മിൽ കയറിയിട്ട് അവിടുത്തെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും പുള്ളിയുടെ ആണെങ്കിൽ ഓക്കെ, അതിൻ്റെതായ രീതിയുണ്ട്. അവർ കൊടുക്കുന്നില്ല എങ്കിൽ ഇനി അവർ അവിടെ ഇരിക്കുന്ന ഡോക്യുമെന്റ്സും ഈ ജിൻഡോയുടെ സർട്ടിഫിക്കറ്റും പേഴ്സണൽ ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ഇതൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത് നിയമപരമായിട്ട് പോവാം. അതാണ് വേണ്ടുന്നത്. ഒരു പീഡന പരാതി കിടക്കുന്ന ഒരു സ്ഥാപനത്തിൽ പിന്നെ പറയുന്നുണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർ MDMA, ആ പെണ്ണുപിള്ളയുടെ കെട്ടിയവൻ MDMA കേസിൽ പ്രതിയാണെന്ന് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന ആൾ മോശക്കാരനാണോ? ഹൈബ്രിഡ് കഞ്ചാവിൽ ആലപ്പുഴയിലെ കേസിലല്ലേ പിടിച്ചത്, മറ്റേ തസ്ലീമയായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ. ഈ പറയുന്ന ആൾ വലിയ നന്മമരമാണോ? അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും കൊള്ളാം. വോട്ട് കൊടുക്കുന്ന ജനങ്ങളൊക്കെ എന്തായാലും മണ്ടന്മാരാണ് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു ഗൈസ്, ഗുഡ് നൈറ്റ്.